പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് നാളെ കണ്ണൂരിൽ വിമാനമിറങ്ങും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബാംഗ്ലൂർ ബേസിൽ നിന്നുള്ള ഡോണിയർ വിമാനമാണ് നാളെ രാവിലെ 9-നും 9:30-നും ഇടയിൽ കണ്ണൂരിലെത്തുക. നിർമ്മാണം പൂർത്തിയായ 2400 മീറ്റർ റൺവേയിൽ 1500 മീറ്റർ ഭാഗത്താണ് വിമാനം പറന്നിറങ്ങുക. സിഗ്നൽ റഡാർ സംവിധാനങ്ങളില്ലാത്തതിനാൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാവും വിമാനത്തിന് സിഗ്നൽ നിർദ്ദേശങ്ങൾ ലഭിക്കുക. ജീവനക്കാർ മാത്രമേ വിമാനത്തിലുണ്ടാവാൻ പാടുള്ളൂവെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരീക്ഷണ പറക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വിമാനത്താവളത്തിന്റെ പേരിടൽ കർമ്മവും മുഖ്യമന്ത്രി നിർവഹിക്കും. പിന്നെ ഫെബ്രുവരി 29-ാം തീയതിയാണ് അതിന്റെ ചടങ്ങ് നടക്കുക. പരീക്ഷണ പറക്കൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. എന്നാൽ നിർമ്മാണ പ്രവർത്തികൾ പകുതി പോലും പൂർത്തിയാവും മുമ്പ് തിരക്കിട്ട് പരീക്ഷണ പറക്കൽ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് LDF ആരോപിക്കുന്നു. എയർ ട്രാഫിക് കൺട്രോൾ റൂം, ടെർമിനൽ, ഫ്ലൈ ഓവർ, എയർപോർട്ടിലേക്കുള്ള റോഡുകൾ തുടങ്ങിയവയുടെ ജോലികൾ പൂർത്തിയാക്കിയിട്ടില്ല. റൺവേ നിർമ്മാണവും പാതി വഴിയിലാണ്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന നിലയിൽ ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്, ജനങ്ങളെ വഞ്ചിക്കലാണ്. വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടത്തിൽ 3050 മീറ്ററാണ് റൺവേയുടെ നീളം. രണ്ടാം ഘട്ടത്തിൽ 3400-ഉം മൂന്നാം ഘട്ടത്തിൽ 4000 മീറ്ററുമാക്കി റൺവേ ഉയർത്തും. ഇതോടെ ഏറ്റവും കൂടുതൽ റൺവേയുള്ള ഇന്ത്യയിലെ 4ാമത്തെ വിമാനത്താവളമാക്കി കണ്ണൂരിനെ മാറ്റാനാകുമെന്ന പ്രതീക്ഷയിലാണ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള കിയാൽ അധികൃതർ. കണ്ണൂരിൽ വിമാനമിറങ്ങുന്നതോടെ ഒപ്പം ചിറകുമുളയ്ക്കുന്നത് വടക്കൻ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ കൂടിയാണ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേയിൽ നിന്നും ക്യാമറമാൻ ഷിജിത് കണ്ണോമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.